റിപ്പോർട്ടർ ഇംപാക്ട് ലേണേഴ്സ് ടെസ്റ്റിനായി ഇനി സ്കൂൾ കോളേജ് കമ്പ്യൂട്ടർ ലാബുകളും ഉപയോഗിക്കും. കൂട്ടത്തോടെ ലേണേഴ്സ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിരിക്കുകയാണ്. അനുയോജ്യമായ ലാബുകൾ കണ്ടെത്തി സൗജന്യമായോ കുറഞ്ഞ വാടകയ്ക്കോ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. ലേണേഴ്സ് പാസ്സാകുന്ന ദിവസം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്നവർക്ക് 45 ദിവസങ്ങൾക്കുള്ളിൽ സ്ലോട്ട് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അഷീൻ ഡിയേഗോ വിവരങ്ങളുമായി. അഷീൻ, ഇപ്പോൾ ഈ ടെസ്റ്റും ലേണേഴ്സ് പാസ്സായ ദിവസം തന്നെ ടെസ്റ്റ് നടത്തണം, വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു. എപ്പോഴും ഇത് വൈകുന്ന ഒരു സാഹചര്യത്തിലാണോ പുതിയ ആലോചനകളിലേക്ക് കടക്കുന്നത് സർക്കാർ? സ്മൃതി, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതായത് ഈ ലേണേഴ്സ് ടെസ്റ്റ് അതിനുള്ള സ്ലോട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപേക്ഷകർ 3 മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതും ലേണേഴ്സ് ടെസ്റ്റും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളും അതിവേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം. 45 ദിവസത്തിനകം തന്നെ അപേക്ഷകർക്ക് അതിനുള്ള സ്ലോട്ട് നൽകണം എന്നൊരു ഉത്തരവ് മന്ത്രി പറയുകയും ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു നടപടി കർശനമാക്കിയിട്ടുള്ളതിന്റെ ആദ്യഘട്ടത്തിൽ നടപടി നടത്തിപ്പിന്റെ ഭാഗമായി കൂട്ടത്തോടുകൂടി തന്നെ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ലേണേഴ്സ് ടെസ്റ്റുകൾ നടത്താനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ സാധാരണഗതിയിൽ RTO ഓഫീസുകളിലാണ്, അവരുടെ സിസ്റ്റത്തിലാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. പക്ഷേ അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ്, അതുപോലെ തന്നെ ഒരു സമയം കുറച്ച് പേർക്ക് മാത്രമേ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല കമ്പ്യൂട്ടറുകളുടെ ഒരു കുറവുണ്ട്. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് കൂടി ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും അവരുടെ കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഹാളുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടത്തോടുകൂടി തന്നെ പരീക്ഷ എഴുതാനാണ്, പരീക്ഷ നടത്തിപ്പിക്കാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സ്കൂളുകളോടും അതുപോലെ തന്നെ കോളേജുകളോടും അവരുടെ ലാബുകളെ കുറിച്ച് അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വാടകയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായോ ആയിരിക്കും ഈ ഹാളുകൾ വാടകയ്ക്കെടുത്ത് പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പരീക്ഷ പാസ്സാകുന്നവർക്ക് 45 ദിവസം 30+15 45 ദിവസത്തിനകം തന്നെ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് കൂടി അലോട്ട് ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. പരീക്ഷാ നടത്തിപ്പ് നേരത്തെ മുതൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഈ പരീക്ഷകളെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഇനി മുതൽ ഇത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൂടി എത്തുമ്പോൾ ചില ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി അവർ ഒരു ഇൻവിജിലേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ നടത്തുന്നത്. ഒപ്പം ഈ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ഈ ഒരു MVD ലീഡ്സ് ആപ്പ് കൂടി അവർ മൊബൈലിൽ ആപ്ലിക്കേഷനായി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ അടിപൊളി പരിഷ്കാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിവേഗം ഈ ലൈസൻസുകൾ ലഭിക്കുന്ന നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നു. അതിന്റെ ആദ്യഘട്ടത്തിൽ കൂട്ടത്തോടു കൂടി തന്നെ പെൻഡിംഗ് വരുത്തിയിട്ടുള്ള സ്ലോട്ടുകൾ ലഭിക്കാതിരുന്ന ഈ ഒരു ലേണേഴ്സ് പരീക്ഷകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതേ ആളുകൾ അതേ ദിവസം പാസ്സാകുന്നവർ അതേ ദിവസം തന്നെ 30 മുതൽ 45 ദിവസത്തിനകം അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തേണ്ട സ്ലോട്ട് കൂടി അവിടെ ഇൻവിജിലേറ്ററായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ നൽകേണ്ടതാണ്. ഒപ്പം തന്നെ അധികം പേർ തന്നെ ഓവർ ക്രൗഡഡ് ആകാതെ തന്നെ ഈ പരീക്ഷകൾ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 50 മുതൽ 55 പേർക്ക് വരെ ഒരേ സമയം പരീക്ഷ നടത്താൻ കഴിയും. കോളേജ് ലാബുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അശ്വിൻ ഡിയോഗയാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.